അധ്യാപക പാക്കേജിൽ അപ്പീൽ പോകാനുള്ള സർക്കാർ തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ കടുത്ത സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് കെസിബിസി. കർദിനാൾമാർ ഉൾപ്പെടെയുള്ളവരെ പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് യുഡിഎഫിന് കനത്ത നഷ്ടമുണ്ടാക്കും. മാനേജ്മെന്റുകൾക്ക് സർക്കാർ നൽകിയ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ കനത്ത തിരിച്ചടി നേരിടാൻ യുഡിഎഫ് തയ്യാറാകണമെന്നും കെസിബിസി പറഞ്ഞു. അധ്യാപക പാക്കേജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കപ്പെടുന്നില്ലെങ്കിൽ ശക്തമായ സമരം പ്രഖ്യാപിച്ച യുഡിഎഫിനെ സമ്മർദ്ദത്തിലാക്കാനാണ് കെസിബിസിയുടെ തീരുമാനം. അധ്യാപക പാക്കേജുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകിയാൽ കർദിനാൾ അടക്കമുള്ള മെത്രാപ്പോലീത്തമാരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഉപവാസ സമരം നടത്താൻ കെസിബിസി തീരുമാനിച്ചു. കെസിബിസി പ്രസിഡന്റ് കർദിനാൾ ബസേലിയോസ് മാർ ക്ലിമ്മീസ് കാതോലിക്ക ബാബ അടക്കമുള്ളവരെ നിരാഹാര സമരത്തിലേക്ക് സർക്കാർ വലിച്ചിഴച്ചാൽ കനത്ത തിരിച്ചടിയാവും യുഡിഎഫിന് സംഭവിക്കുകയെന്ന് കെസിബിസി എഡ്യൂക്കേഷൻ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളി പറഞ്ഞു. കെസിബിസി പ്രസിഡന്റ് തന്നെ ഉപവാസം ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിനെ അത് നിർബന്ധിക്കരുതെന്നാണ് നമുക്ക് പറയാനുള്ളത്. 100 ദിന പരിപാടിയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്ന പാക്കേജ്, അധ്യാപക പാക്കേജ് സത്യസന്ധമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കാതെ അധ്യാപകരെ കുട്ടികളെയും ബുദ്ധിമുട്ടിക്കുന്ന നിലപാടെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ പൊതുസമൂഹം നിർബന്ധിതരാകും ഈ സർക്കാരിനെതിരെ തിരിയാൻ. യുഡിഎഫ് സർക്കാർ സ്നേഹം നടിച്ച് കെട്ടിപ്പിടിച്ച് ഞെക്കിക്കൊല്ലുകയാണ്. എൽഡിഎഫ് ആണ് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി മാന്യമായ നിലപാട് സ്വീകരിച്ചിരുന്നതെന്നും കെസിബിസി എഡ്യൂക്കേഷൻ കമ്മീഷൻ സെക്രട്ടറി പറഞ്ഞു. പ്രത്യക്ഷ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യാനായി സ്കൂൾ മാനേജർമാരുടെയും അധ്യാപക സംഘടനകളുടെയും യോഗം ഈ മാസം 30-ന് കൊച്ചിയിൽ ചേരും. റിപ്പോർട്ടർ, കൊച്ചി.